നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരചരമം അടഞ്ഞ പ്രേമചന്ദ്രന് ജന്മനാട് ആദരവ് നൽകി. നാടെങ്ങും റിപ്പബ്ലിക് ദിനാചരണം നടത്തി. വലപ്പാട് ഗവൺമെന്റ് സ്കൂളിൽ വാർഷികാഘോഷവും എൻഡോമെന്റ് വിതരണവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. വാർത്തകൾ വിശദമായി. 1977 ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച പെരിങ്ങോട്ടുകര സ്വദേശി VK പ്രേമചന്ദ്രന്റെ സ്മരണയിൽ ജന്മനാട് ആദരമർപ്പിച്ചു. 5.5 പതിറ്റാണ്ടുകാലം ചരിത്രനാളുകളിൽ മറഞ്ഞുകിടന്ന ആ ധീരതയുടെ കഥകൾ സംസ്കൃതി പെരിങ്ങോട്ടുകര സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിലൂടെയും ദീപശിഖ പ്രയാണത്തിലൂടെയും ജനഹൃദയങ്ങളിലെത്തി. പ്രേമചന്ദ്രന്റെ വടക്കുംമുറിയിലെ ജന്മഗൃഹത്തിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം സഹോദരി ലളിത തിലകൻ കൊളുത്തി. മീററ്റ് റെജിമെന്റിലെ നായിബ് സുബേദാർ സതീഷ് ബാബു ദീപശിഖ ഏറ്റുവാങ്ങി. തൃപ്പയാർ സരയൂ തീരത്തെ സ്മൃതി മണ്ഡപത്തിൽ ക്യാപ്റ്റൻ ശ്രീധരൻ ദീപശിഖ പ്രതിഷ്ഠിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ ദേശീയ പതാക ഉയർത്തി പ്രേമചന്ദ്രന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേജനമേൽക്കും. പൂങ്കാവനങ്ങൾ മാത്രമല്ല, ചിതറിത്തെറിക്കുമ്പോഴും ഭാരതത്തെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ, അവിടെ വെച്ച് പൂജിക്കാൻ കഴിവുള്ള അനേക ലക്ഷം പ്രേമചന്ദ്രന്മാരുണ്ട് ഇവിടെ എന്നാണ് പറഞ്ഞു വന്നത്. സൂര്യതേജസ്സോടെ ഇപ്പോഴും നിലകൊള്ളുന്ന പ്രേമചന്ദ്രനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ യൂണിറ്റായ 75 മീഡിയം റെജിമെൻറ്റ്, ആ റെജിമെൻറ്റ് വളരെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു റെജിമെൻ്റാണത്. അതിൽ മഹാവീരചക്രയും വീരചക്രയും കിട്ടിയ സോൾജിയേഴ്സ് ഉള്ള ഒരു ബറ്റാലിയനാണത്. അപ്പോൾ അതിനെ 75 മീഡിയം റെജിമെൻറ്റ് അതിൻ്റെ കൂടെ തന്നെ എഴുതാറുണ്ട് മഹാവീരചക്ര, വീരചക്ര എന്ന്. അത്രയും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റിൻ്റെ ഒരു യോദ്ധാവിനെയാണ് നിങ്ങളിന്ന് അനുസ്മരിക്കുന്നത്. അവിടെ അദ്ദേഹത്തെ പറ്റി എഴുതി വച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. എസ്പെഷ്യലി കുട്ടികൾ നിങ്ങളിത് കേൾക്കണം. അദ്ദേഹത്തിനെ പറ്റി അവിടുത്തെ ബറ്റാലിയനിൽ എഴുതി വെച്ചേക്കുന്ന എക്സാക്ട് വാക്കുകളാണ് ഞാനിപ്പം വായിക്കുന്നത്. ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് VK പ്രേമചന്ദ്രൻ പോസ്റ്റമസ്. ഡ്യൂറിംഗ് ഓപ്പറേഷൻ കാക്ടസ് ലില്ലി 1971, DMT VK Premachandran was entrusted with the critical responsibility of serving as the dispatch rider of the regiment. 26-ാം വയസ്സിൽ യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ ഷെല്ലാക്രമണത്തിനിടയിലും സൈന്യത്തിന് സന്ദേശമെത്തിക്കാൻ ജീവൻ ബലി നൽകിയ പ്രേമചന്ദ്രന്റെ ത്യാഗം വരും തലമുറയ്ക്ക് മാതൃകയാണെന്ന് റെജിമെന്റിൽ നിന്നെത്തിയ ബിജു KK, സുബേദാർ ബാലകൃഷ്ണൻ എന്നിവർ ഓർമ്മിപ്പിച്ചു. സംസ്കൃതി വൈസ് ചെയർമാൻ സുനിൽ പാറമ്പിൽ അധ്യക്ഷത വഹിച്ചു. KV ശ്രീജയദേവൻ, സുഭാഷ് രാജ് TS, ലക്ഷ്മണൻ CK, രേഷ്മ TS, റുക്കിയ സരേന്ദ്രൻ, നീതു വിനോദ്, വിനോദ് ശിവം, രജിത സുനിൽ, സിന്ധു ജയദേവൻ, പ്രകാശൻ കണ്ടങ്ങത്ത്, NS സുഗതൻ എന്നിവർ നേതൃത്വം നൽകി. അനുസ്മരണത്തിന്റെ ഭാഗമായി ആവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം കലാകേന്ദ്രം കലാമണ്ഡലം ഗോപിയാശാന്റെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ്, കഥകളി, ഈശ്വരൻ മാസ്റ്ററുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കരാത്തെ, ദൃശ്യാവിഷ്കാരങ്ങൾ എന്നിവയും അരങ്ങേറി. തളിക്കുളം പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയിൽ റിപ്പബ്ലിക് ദിന പരിപാടി സംഘടിപ്പിച്ചു. വായനശാല രക്ഷാധികാരി TN പ്രതാപൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറിയിലെ ഒരു ആസ്ഥാനമായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡിവിഷനിലുള്ള ആളാണ്. പഞ്ചായത്ത് മെമ്പറുടെ അതിർത്തിയാണ് ഈ ലൈബ്രറി. അവിടെ ഈ ലൈബ്രറിയുടെ ഓഫീസ് മുറി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെയും ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെയും ഗ്രാമകാര്യാലയം കൂടിയായി ഇവിടെ പ്രവർത്തിക്കും. അതിന് അടുത്ത ദിവസം ശ്രീ റോഷും ഗഫൂറും ഉൾപ്പെടെ ചേർന്ന്, രാമേന്ദ്രനും ഉൾപ്പെടെ ചേർന്ന് അവരുടെ ഗ്രാമകാര്യാലയത്തിൻ്റെ ഉദ്ഘാടനം വളരെ വൈകാതെ ഇവിടെ നിർവഹിക്കപ്പെടും എന്നുകൂടി സ്നേഹത്തോടുകൂടി അറിയിച്ചു. ഡോക്ടർ NS ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി പ്രസിഡന്റ് ഹിറോഷ് ത്രിവേണി അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരിയും
തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണനും ചേർന്ന് പതാക ഉയർത്തി. തുടർന്ന് അക്ഷര കരോളും സംഘടിപ്പിച്ചു. ഭാരവാഹികളായ ഗഫൂർ തളിക്കുളം, PS സുൽഫിക്കർ, ശ്രീനിവാസൻ തൊഴുത്തുംപറമ്പിൽ, രാമചന്ദ്രൻ പൂരാടൻ, രമേശ് ഐനിക്കാട്ട്, മനോജ് തോട്ടുങ്ങൽ, ഷീജ ജയാനന്ദൻ, ഷൺമുഖൻ, KS രാജൻ, പ്രിയ പത്മരാജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുള്ള് കലാസാഹിത്യവേദിയുടെ സൗഹൃദ കൂട്ടായ്മയും കവി റോബർട്ട് പുള്ളിന്റെ നനവുള്ള ചിത്രങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും വിശിഷ്ട വ്യക്തികൾക്കുള്ള ആദരവും പുള്ള് ALP സ്കൂൾ അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് റേഗൻ ചിറമ്മൽ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ KK ജോബി മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ ഷൈജു സായിറാം പുസ്തക പ്രകാശനം നിർവഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് ശേഖേഷ് ശേഖരൻ പുസ്തക നിരൂപണം നടത്തി. തുടർന്ന് വിശിഷ്ട വ്യക്തികൾക്കുള്ള ആദരവ് നിർവഹിച്ചു. സാഹിത്യകാരൻ ഉണ്ണികൃഷ്ണൻ മനക്കൊടി, ഖനനം ത്രൈമാസിക എഡിറ്റർ KR സുധാകരൻ, കേരള ഫോക്ലർ അക്കാദമി അവാർഡ് ജേതാവ് രാജു AS, മുൻ വാർഡ് മെമ്പർമാരായ TM കുമാരൻ, K പരമേശ്വരൻ, ഗിരിജ വേലായുധൻ, പുള്ളിലെ വഞ്ചിക്കാരൻ ഷാജി ബ്രോ പുള്ള്, സെക്രട്ടറി രതീഷ് തെക്കേപ്പടി, ട്രഷറർ പ്രൈസൻ CA എന്നിവർ സംസാരിച്ചു. പുള്ളിയിലത്തെ പുതിയ യുവതലമുറ അവർ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി വരുമ്പോൾ, ഓണം വിഷു വരുമ്പോൾ അല്ലെങ്കിൽ അതിൽ പരിപാടികൾ നടത്തുന്നതും എല്ലാ കാര്യങ്ങളും. അപ്പം ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരുപാട് പേര് ഈ രംഗത്തേക്ക് കലകളിലും നമ്മുടെ വാർഡിൽ തന്നെ ഒരുപാട് പേര് നല്ല കഴിവുകളുള്ള ആൾക്കാരും കുട്ടികളും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇതിലേക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങണമെന്നോ അപ്പൊ തന്നെ ഒരുപാട് വേറെ വേറെ ചിന്തകളിലേക്ക് കുട്ടികൾ പോവാതിരിക്കുന്നതിനും എല്ലാം നല്ല രീതിയിലുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ ശരിക്കും പുള്ളിൽ വേണം. പിന്നെ റോബർട്ട് ഏട്ടന്റെ കാര്യമാണ് പറയാനുള്ളത്. റോബർട്ട് ഏട്ടൻ കവിത ചൊല്ലാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. ഞാനും കേൾക്കാറുണ്ട് ഒരുപാട് വേദികളിൽ അദ്ദേഹം കവിത ചൊല്ലുന്നത്. നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏതൊരു നമ്മുടെ നാട്ടിലിപ്പോ പല 4 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷെ ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ എന്ത് ചെയ്താലും ആൾ അതിന്റെ ഒപ്പം ഉണ്ടാവും. അതാണ് ആളുടെ ഒരു പ്രത്യേകത. നല്ലൊരു വ്യക്തിയാണ് ആൾ, നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. നല്ലത് വരണം, വാർഡില് വികസനങ്ങൾ വരണം എന്ന് ചിന്തിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം. അതെനിക്ക് പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അന്തിക്കാട് മാക്കെയർ ഡയഗ്നോസ്റ്റിക്സിന്റെ സഹകരണത്തോടുകൂടി അന്തിക്കാട് സലഫി ജുമാ മസ്ജിദ് കോമ്പൗണ്ടിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് ലാസർ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി VM സത്താർ, പ്രിയങ്ക ജോർജ് എന്നിവർ സംസാരിച്ചു. കോവിഡാനന്തര ലോകത്ത് ഒട്ടനവധി യുവാക്കളും യുവതികളൊക്കെ നമ്മുടെ കൺമുന്നിൽ നിന്ന് വളരെ പെട്ടെന്ന് മരണം കീഴ്പ്പെടുത്തി കൊണ്ടുപോവുകയാണ്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിത രീതിയും അതോടൊപ്പം തന്നെ ഒട്ടനവധി രോഗങ്ങൾ മനുഷ്യനെ ഇന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. ഇത് മുൻനിർത്തിക്കൊണ്ട് നിരന്തരം നിരവധി സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അന്തിക്കാട് യൂണിറ്റും ആക്കയറും കൂടിയിട്ട് സംയുക്തമായിട്ട് ഇങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. തൃപ്പയാർ ലെമർ പബ്ലിക് സ്കൂളിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഇതോടൊപ്പം പാരന്റ് ഡേയും S-ക്യൂബിന്റെ നേതൃത്വത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി 3 ആയമാർക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്നതിനായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും സംഘടിപ്പിച്ച ഭക്ഷ്യമേളയും നടന്നു. വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളും പുതിയതരം ഭക്ഷണ വിഭവങ്ങളും ഒരുക്കിയിരുന്നു. പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ MA ഷൗക്കത്ത് അലി പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഗെയ്നി മൈക്കിൾ, മാനേജർ IT മുഹമ്മദ് അലി, ട്രഷറർ EA ഹാരിസ്, വൈസ് പ്രിൻസിപ്പാൾ സുവിധ CS, കോർഡിനേറ്റർമാർ, പ്രോഗ്രാം കോർഡിനേറ്റർമാർ എന്നിവർ സംസാരിച്ചു. ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം മാത്രമല്ല വേണ്ടത്, ഉത്തരവാദിത്വമുള്ള പൗരന്മാരാകലാണ് യഥാർത്ഥ ദേശസ്നേഹമെന്ന മഹത്തായ സന്ദേശമാണ്. ഇന്ത്യ ഒരു ഭരണഘടനയെ അടിസ്ഥാനമാക്കി
നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മഹാരാജ്യമാണ്. നമ്മുടെ മുൻഗാമികൾ നൽകിയ ഈ മഹത്തായ പൈതൃകം സംരക്ഷിക്കുകയും ഭാവിയെ കൂടുതൽ പ്രകാശമാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ രാജ്യത്തിൻ്റെ ഭാവി നിർമ്മാതാക്കൾ ഈ വേദിയിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളാണ്. വലപ്പാട് ബീച്ച് തൂലിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. അക്ഷരോത്സവം 2025 പഞ്ചായത്ത് താലൂക്ക് തല വിജയികളായ തൂലിക ബാലവേദി താരങ്ങൾക്കുള്ള പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. 1ാം വാർഡ് മെമ്പർ ജിഷ സജീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. തൂലിക സാംസ്കാരിക വേദി പ്രസിഡന്റ് ജയപ്രകാശ് വളവത്ത അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥി സഞ്ജീവ് കുന്നുങ്ങൽ സമ്മാനദാനം നടത്തി. തൂലിക വൈസ് പ്രസിഡന്റ് ജ്യോതിബാസ് വിക്രംജേരി, സെക്രട്ടറി സുരേഷ് മണക്കാട്ടുപടി, തൂലിക വനിതാ കമ്മിറ്റി ഭാരവാഹി കനക ജ്യോതിബാലൻ, ലൈബ്രറിയൻ ഷൈനി ഷാജി എന്നിവർ സംസാരിച്ചു. തൂലിക സാംസ്കാരിക വേദി അതിൻ്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തോടൊപ്പം നടത്തുന്ന ലൈബ്രറി കൗൺസിലിന് കീഴിൽ നടത്തിയ പഞ്ചായത്ത് താലൂക്ക് ജില്ലാടിസ്ഥാനത്തിൽ നടത്തിയ അക്ഷരോത്സവ വിജയികളെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ സംഘാടകരോടും ഞാൻ ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുകയാണ്. തൃപ്പയാർ NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. NES ചെയർമാൻ ശിവൻ കണ്ണോളി ദേശീയ പതാക ഉയർത്തി. പ്രിൻസിപ്പാൾ NC അനീജ, അധ്യാപകരായ V ശശിധരൻ, ലതിമോൾ, സുഷമ PA, സ്മിത NR, സജിത NC, കവിത, ദീപ MB, അപർണ VA, അങ്കിത TS, ഹന്ന അമൽ, ലിജിന ജെയിൻ, നിള പ്രദീപ്, കോളേജ് യൂണിയൻ ജനറൽ ക്യാപ്റ്റൻ അതുൽ രാജ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ റിപ്പബ്ലിക് ഡേ വളരെ ആഹ്ലാദപ്രദമായ ദിവസമാണ്. 77ാമത് റിപ്പബ്ലിക് ഡേ ആണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം മറ്റു വിദേശ ശക്തികളിൽ നിന്നും മോചനം ലഭിച്ചതിനെ തുടർന്ന് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഭരണഘടന എഴുതിയുണ്ടാക്കിയതിൻ്റെ ആ സുദിനം കൂടിയാണ് അത് പ്രഖ്യാപിച്ച ദിവസം. അതാണ് റിപ്പബ്ലിക്. രാജവാഴ്ച അവസാനിപ്പിച്ച് രാജാക്കന്മാരുടെ ഭരണം അവസാനിച്ച് അധികാരം ജനങ്ങളിലേക്ക് എത്തുകയും ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വലപ്പാട് പുത്തൻപള്ളിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. വലപ്പാട് സബ് ഇൻസ്പെക്ടർ നൂറുദ്ദീൻ പതാക ഉയർത്തി. മഹല്ല പ്രസിഡന്റ് VK സുലൈമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി PA നസീർ, വൈസ് പ്രസിഡന്റ് NM ഷെറീഫ്, ജോയിന്റ് സെക്രട്ടറിമാരായ KA അയ്യൂബ്, PA ഷാജഹാൻ, ട്രഷറർ PS ഷഹീൻ, കമ്മിറ്റി ഭാരവാഹികളായ MK ആദമു, PM മുഹമ്മദ്, CK ഷംസുദ്ദീൻ, KP മുഹമ്മദ് അലി, ഷെരീഫ് പാണ്ഡികശാല ഉസ്താദുമാരായ റഫീഖ് ഖാസിമി, മാസിൻ അഹ്സനി, അൻവർ റഹ്മാനി എന്നിവർ പങ്കെടുത്തു. 77ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ്. രാജ്യത്തിൻ്റെ
എല്ലാ മേഖലയിലും ക്ലബിൻ്റെ ആഘോഷം നമ്മുടെ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും പലതരത്തിലുള്ള വെല്ലുവിളികളും നേരിടുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇങ്ങനെയുള്ള ദിവസങ്ങൾക്ക് വളരെ പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഒരു മനസ്സോടെ പ്രവർത്തിക്കണം. വലപ്പാട് ഗവൺമെന്റ് സ്കൂളിൽ വാർഷികാഘോഷവും എൻഡോമെന്റ് വിതരണവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് സോഫിയ സുബൈർ അധ്യക്ഷയായി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ ഫൈസൽ മാഗ്നറ്റ്, സാഹിത്യകാരനായ മുരളി മംഗലത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ തൃപ്യാർ ഡിവിഷൻ അമൽ ടി പ്രേമൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പ്രിൻസിപ്പൽ PS സാവിത്രി, പ്രധാനാധ്യാപിക TG ഷീജ എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം ഭൗതികശാസ്ത്ര അധ്യാപിക KN മിനി ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനം നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ PTA പ്രസിഡന്റ് ശ്രീ ഷെഫീഖ് വലപ്പാട് അധ്യക്ഷത വഹിച്ചു. വിശിഷ്ടാതിഥിയായി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പങ്കെടുത്തു. തുടർന്ന് സംസ്ഥാനതല മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം വേദിയിൽ വെച്ച് നടന്നു. സംസ്ഥാനതലത്തിൽ ചിത്രരചനയിൽ A ഗ്രേഡ് നേടിയ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി KM അഭിനവ് ചാർക്കോളിൽ തീർത്ത ഛായാചിത്രം കളക്ടർക്ക് സമ്മാനിച്ചു. കൊൽക്കളി വട്ടപ്പാട്ട് മത്സരത്തിൽ സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരിയും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മാസ്റ്ററും ചേർന്ന് നടത്തി. ജനപ്രതിനിധികളായ ഷാമില സലീം, ഗേളി ഷാജി, സുമേഷ് പാനാട്ടിൽ, PA ഷഹർബാൻ, വികസന സമിതി ചെയർപേഴ്സൺ PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവും മുൻ പ്രധാന അധ്യാപകനുമായിരുന്ന ഗോവിന്ദൻ മാസ്റ്റർ, മുൻ അധ്യാപികയും കവയത്രിയുമായ സുഭാഷിണി ടീച്ചർ, സരിത രാജു, ഇന്ദു രാജേഷ്, RI സക്കറിയ, അധ്യാപകരായ സുദർശിനി, സിനി PS, സോഫിയ സുബൈർ, ഒലീവിയ സെബാസ്റ്റ്യൻ, സ്കൂൾ ലീഡർ റിദിൻ P രാജു എന്നിവർ സംസാരിച്ചു. റിട്ടയർ ചെയ്യുന്ന അധ്യാപിക മിനി KN മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. കലോത്സവത്തിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ കുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സ്കൂളിൽ വരുമ്പോഴത്തേക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടോ അവരൊക്കെ? എന്തായാലും നമ്മുടെ കുട്ടികൾ അക്കാഡമിക്സിൻ്റെ കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യത്തിലായാലും നല്ല ഒരു പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. അതേപോലെ തന്നെ ഇനിയുള്ള വർഷങ്ങളിലും നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുക. നമ്മുടെ എല്ലാ സ്പോർട്സിൻ്റെയും ആർട്സിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇനിയിപ്പം എക്സാംസിൻ്റെ ഒരു ടൈമാണ് വരുന്നത്. നമ്മുടെ ആനുവൽ ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക്. കഴിമ്പ്രം വാഴപ്പള്ളി ക്ഷേത്ര മഹോത്സവം ആറാട്ടോടെ സമാപിച്ചു. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ 18-ാം തീയതി കൊടികയറി 7 ദിവസങ്ങളിലായി നടന്ന മകരപ്പത്ത് മഹോത്സവം ആറാട്ടോടെ സമാപിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി മനോജ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ V ഉണ്ണികൃഷ്ണൻ, VK ശശിധരൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസൻ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക പുളിക്കൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ശിവേലി എഴുന്നള്ളിപ്പ്, സോപാന സംഗീതം, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, രാത്രി അത്താഴപൂജ, തിരുവാതിരക്കളി, തുടർന്ന് കൊച്ചിൻ ജിംറാൻ ഇവന്റ്സിന്റെ മ്യൂസിക്കൽ നൈറ്റ്, രാത്രി 10 മണിക്ക് തായമ്പക, വിളക്കിനെഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് സഹദേവൻ, സെക്രട്ടറി സുനിൽ, ട്രഷറർ നകുലൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
ಸಾಧು ಪೂಜೆಯ ವೇಳೆಗೆ ಮಜ್ಜಿಗೆಯೊಳಗಿನ ಬೆಣ್ಣೆ ಎಂದೇ ಭಾಗ್ಯದ ಸಜ್ಜನ ಸಾಧು ಪೂಜೆಯ ವೇಳೆಗೆ ಮಜ್ಜಿಗೆಯೊಳಗಿನ ಬೆಣ್ಣೆ ಎಂದೇ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ಸಂಖ್ಯೆ ಇಲ್ಲದ ಭಾಗ್ಯವ ಕೊಟ್ಟು ಕಂಕಣ ಕೈಯ ತಿರುವುತ್ತ ಬಾರೆ ಸಂಖ್ಯೆ ಇಲ್ಲದ ಭಾಗ್ಯವ ಕೊಟ್ಟು ಕಂಕಣ ಕೈಯ ತಿರುವುತ್ತ ಬಾರೆ ಕುಂಕುಮಾಗಿತ ಪಂಕಜಲೋಚನೆ ವೆಂಕಟರಮಣನ ಬಿಂಕದ ರಾಣಿ. തളിക്കുളം ഉണ്ണിയാരംപുരയ്ക്കൽ ധർമ്മദൈവ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, പ്രഭാത പൂജ, പറനിറയ്ക്കൽ, കലശപൂജ, ഗോളക സമർപ്പണം, ശിവേലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, രാത്രി തിരുവാതിരക്കളി, വീരനാട്യം, നൃത്തനൃത്യങ്ങൾ, അത്താഴപൂജ, ഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ഏങ്ങണ്ടിയൂർ ബൈജുരാജ മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികളായ കണ്ണൻ യു.എ, പ്രദീപ് യു.ജി, അജയൻ യു.വി, മുരളീരാജ്, സുബിൻ, മഹിളാ കമ്മിറ്റി ഭാരവാഹികളായ സജിനി മുരളി, സിന്ധു പ്രദീപ്, ഇന്ദു മണികണ്ഠൻ, ശ്രീജ മനോജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കണ്ടശങ്കടവ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അനുമോദന യോഗവും നവീകരിച്ച കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉദ്ഘാടനവും ഭദ്രം പ്ലസ് ചികിത്സാ സഹായ വിതരണവും സംയുക്തമായി നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് നവീകരിച്ച കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉദ്ഘാടനം ചെയ്തു. ഭദ്രം പ്ലസ് ചികിത്സാ സഹായ വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.കെ. ചന്ദ്രൻ നിർവഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് നടത്തിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.ടി. ജോൺസൺ വ്യാപാരി വി കെയർ ഇൻഷുറൻസ് പദ്ധതി സഹായ വിതരണം നടത്തി. കണ്ടശങ്കടവ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജോയ്മൻ പള്ളിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വർഗീസ് പി ചാക്കോ, ടി.ഡി. ജോവി, പ്രവീൺജിത്ത്, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ.വി. വിനോദൻ, മിനി അനിൽകുമാർ, കവിത രാമചന്ദ്രൻ, വി.വി. സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംഘടിപ്പിച്ചതിൽ തന്നെ എല്ലാ സഹകാരി ഈ ഏകോപന സമിതിയിലെ എല്ലാ ഓരോരുത്തരെയും ഞങ്ങളെ അഭ്യർത്ഥിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കച്ചവടക്കാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും വളരെയധികം ബന്ധമാണ്. എന്നുവെച്ചാൽ നമ്മുടെ 21 വാർഡിലെയും താമസിക്കുന്നവരായിരിക്കാം ഇവിടെയുള്ളത് എന്നാണ് എൻ്റെ അറിവില്ല. അതായത് 21 വാർഡിലെയും ഉള്ള കച്ചവടക്കാര്, സാധാരണക്കാര് അല്ലേ, മെച്ചപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവാം. അവരെല്ലാവരും ചെറിയൊരു കച്ചവടം സ്ഥാപിച്ച് അതിൽ നിന്നുകൊണ്ട് വരുമാനം വിപുലമാക്കി വലിയ മുതലാളിമാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവാം. എന്നാൽ ചെറിയ സാഹചര്യം കൊണ്ട് വലിയ കച്ചവടമില്ലാത്ത ആളുകളുണ്ട്. പല വ്യത്യസ്തരായിട്ടുള്ള വരുമാനം വാങ്ങിക്കുന്നവരായിരിക്കാം ഇതിലുള്ളത്. ഗ്രാമപഞ്ചായത്തായിട്ട് നല്ലതുപോലെ നിങ്ങളോട് എപ്പോഴും ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ടാവും. അതാണ് എനിക്ക് ഇവിടെ വന്ന് നിങ്ങളോട് പറയാനുള്ള ഉറപ്പ്. ഞങ്ങളുടെ മനസ്സമ്മതി ഒരിടവേള കൂടി.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. വടനപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതിഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് പടന്ന മഹാസഭ നടുവിൽക്കര ശാഖയുടെ നേതൃത്വത്തിൽ 5 ദിവസമായി ഐവർകളി നടത്തി. പൂരം പുറപ്പെടുന്ന മുറ്റിച്ചൂരി ശിവരാമന്റെ വസതിയിലാണ് കളിപ്പന്തൽ ഒരുക്കി വിളക്ക് വെച്ച് രാത്രി 8 മണി മുതൽ 10 വരെ ഐവർകളി നടത്തിയത്. 30ഓളം പേരാണ് ദിവസവും കളിക്കാരായത്. കോടോക്കി വിജയനാശാന്റെ നേതൃത്വത്തിലാണ് ഐവർകളി നടക്കുന്നത്. 140 വർഷമായി ഉത്സവം ആഘോഷിച്ചു വരുന്നു. ഇതോടൊപ്പം പുരാതന കലയായ ഐവർകളിയും നടത്തി വരികയാണ്. കളി കാണാൻ സ്ത്രീകളടക്കം നിരവധി പേരാണ് എത്തിയത്. പെരിങ്ങോട്ടുകര കിഴക്കുമുറി വേളേക്കാട്ട് മേച്ചേരി തമ്പുരാൻ ശ്രീ ഭദ്രകാളി വിഷ്ണുമയ ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. അഷ്ടദ്രവ്യ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ശിവേലി എഴുന്നള്ളിപ്പ്, അന്നദാനം എന്നിവ നടന്നു. വൈകിട്ട് പൂനാരി ഉണ്ണികൃഷ്ണന്റെ പഞ്ചവാദ്യ അകമ്പടിയോടെ മുള്ളത്ത് ഗണപതി ദേവിയുടെ തിടമ്പേറ്റി പുറത്തേക്കുള്ള പൂരം പുറപ്പാട് എഴുന്നള്ളിപ്പ് നടന്നു. ക്ഷേത്രം തന്ത്രി സന്തോഷ് CS, ക്ഷേത്രം തന്ത്രി സുധീഷ് ശാന്തികൾ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി VR രാജപ്പൻ നേതൃത്വം നൽകി. വടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. പ്രിൻസിപ്പാൾ കണ്ണൻ മാഷ പതാക ഉയർത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈന മുഹമ്മദ്, വാർഡ് മെമ്പർ ഷൈജ ഉദയകുമാർ, PTA പ്രസിഡന്റ് RA ഷെരീഫ്, OSA പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അറക്കൽ, വികസന സമിതി ചെയർമാൻ VB അഹമ്മദ്, അധ്യാപകരായ റിന ജോർജ്, K സ്മിത, മഞ്ജിര, PTA ഭാരവാഹി അനീഷ സലാം, MPTA ഭാരവാഹി ഷെമീന, സ്കൂൾ ചെയർമാൻ അമീൻ മുഹമ്മദ്, സ്കൂൾ ലീഡർ അഫ്ഷിൻ ഫാത്തിമ, വൈസ് പ്രിൻസിപ്പാൾ VM ഹനീഫ എന്നിവർ സംസാരിച്ചു.
മണലൂർ സെയിന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടായി. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ അമൽ ചാഴൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടത്തി. ഫാദർ സ്റ്റിഷിൻ കുണ്ടുകുളം കാർമ്മികനായി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. മണലൂർ മണ്ഡലം 6-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ആചരിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ ദേശീയ പതാക ഉയർത്തി. കോൺഗ്രസ് നേതാക്കളായ ടോണി അത്താണിക്കൽ, ഷിജു ചിറ്റോളി, PR അംബികേശൻ, AV ശങ്കുരു, തോമസ് തോട്ടുങ്ങൽ, ഹരദാസൻ ഇന്ദംകുന്ന്, പ്രകാശൻ ചുള്ളിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചഗുസ്തി മത്സരം സമാപിച്ചു. കണ്ടശാങ്കടവ് KPS മാളിൽ നടത്തിയ മത്സരം പഞ്ചഗുസ്തി ദേശീയ ചാമ്പ്യനും പവറട്ടി സബ് ഇൻസ്പെക്ടറുമായ TC അനുരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചഗുസ്തി ലോക ചാമ്പ്യൻ KM ഹരി, ഇന്റർനാഷണൽ ചാമ്പ്യനും ദേശീയ റഫറിയുമായ CS സൗമ്യ, ഇന്റർനാഷണൽ ചീഫ് റഫറി MD റാഫേൽ, UC ബൈജു എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. മണലൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ജോൺസൺ, അബ്ദുൾ അസീസ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. സീനിയർ പുരുഷ വിഭാഗം PA ദിഭീം, ജൂനിയർ ബോയ്സ് വിഭാഗം സഞ്ജയ് കൃഷ്ണ, യൂത്ത് ബോയ്സ് വിഭാഗം അനന്തു, ജൂനിയർ ഗേൾസ് വിഭാഗം നയനേന്ദു എന്നിവർ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. 100ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. പഞ്ചഗുസ്തി, പവർ ലിഫ്റ്റിംഗ് തുടങ്ങിയ പവർ ഗെയിമുകൾ നമ്മുടെ ശരീരത്തിൻ്റെ കായികശേഷി വയസ്സാവുന്ന കാലത്ത് പോലും യൂത്തിൻ്റെ കായികക്ഷമതയിൽ നമ്മുടെ ശരീരത്തിനെ നിലനിർത്താൻ സഹായിക്കുന്നവയാണ്. കൂടാതെ ഇതൊക്കെ ഒരു പ്രത്യേക ലഹരിയാണ്. നമ്മളൊരാളോട് തോൽക്കുമ്പോഴാണ് പിന്നെ വീണ്ടും വീണ്ടും ജയിക്കണമെന്ന തോന്നൽ, അവനോട് തോൽക്കും, അവനോട് പിന്നീട് ജയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആഹ്ലാദം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ലഹരി എന്ന് പറയുന്നത്. ഇവിടെ പങ്കെടുക്കാവുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം കൂടുതൽ പേർ പഞ്ചഗുസ്തി മൂലമായ സ്പോർട്സ് ഇനത്തിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് Junior boys 80 kg gold. Boys 75 kg right hand.
Grand Master Krishnan MP, Junior Boys 50 kg. Senior Men Champion. ചെമ്മാപ്പള്ളി തൃപ്പ്യാർ മരണാനന്തര സഹായ സമിതിയുടെ വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും തെക്കിനിയടുത്ത ക്ഷേത്രം ഹാളിൽ ചേർന്നു. മരണാനന്തര സഹായ സമിതി പ്രസിഡന്റ് ഇ.ഡി. ഷാജി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ടി.കെ. തിലകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ അനിൽ ബാബു വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. അശ്വിൻ കെ. ദിവ്യൻ, അനുദേവ് ടി.ആർ. എന്നിവരെ MSS എക്സിക്യൂട്ടീവ് അംഗം T.S. മോഹൻദാസ് വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിച്ചു. സമിതി അംഗം നിര്യാതനായ പ്രദീപ് തെക്കിനിയടത്തിന്റെ ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജൻ വാലത്ത്, T.K. കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. പൂക്കൾ ശേഖരിക്കുന്നത് മുതൽ ചിതയിലേക്ക് എടുക്കുന്നത് വരെ പ്രദീപിന്റെ ഇടപെടലുകൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അതായത് പല സമയത്തും ഈ ഡെഡ് ബോഡി കുളിപ്പിക്കുമ്പോൾ ഷർട്ട് എങ്ങനെ ഇടിപ്പിക്കണം എന്നുള്ളത് വരെ അവിടെ ആ കുളിപ്പിക്കുന്ന വേദിയിൽ കയറി ചെന്ന് അവരെ കൊണ്ട് അത് കാണിച്ചു കൊടുക്കുന്ന പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പൊ സമിതിയെ സംബന്ധിച്ച് വളരെ ഊർജ്ജസ്വലനായ ഒരു പ്രവർത്തകനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇത് സമിതിയെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ബാല്യകാല സുഹൃത്ത് കൂടിയാണ് നഷ്ടപ്പെട്ടത്. എല്ലാവർക്കും ഓർമ്മയുടെ പൂക്കാലം എന്ന് പറയുന്നത് സാധാരണ ബാല്യമാണ്. അപ്പൊ ബാല്യത്തില് അവനോടൊപ്പം തന്നെ കളിച്ച് വളർന്ന് ജീവിച്ച് പഠിച്ച് സ്കൂളിൽ പോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ദുഃഖങ്ങൾ സമ്മാനിച്ച ഒരു മരണമാണ് ഈ പ്രദീപിന്റെ. കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റി റിപ്പബ്ലിക് ദിനാഘോഷം ആഘോഷിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M.A. മുസ്തഫ പതാക ഉയർത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K.S. ദീപൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് K.V. സിജിത്ത്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ C.M. ശിവപ്രസാദ്, R.E. അബ്ദുൽ നാസർ, N.J. സേവ്യർ, C.M. രഘുനാഥ്, I.P. പ്രബുട്ടി, ബാഹുലേയൻ PD, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷെഫീന ഷബീർ അലി, രാഗനാഥൻ വൈക്കാട്ടിൽ, പ്രജീഷ് പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് മാമ്പള്ളി 20-ാം വാർഡിലെ 85-ാം നമ്പർ ഗ്രാമശ്രീ അങ്കണവാടിയുടെ റിപ്പബ്ലിക് ദിനാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K.K. പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്കണവാടി ടീച്ചർ ലിസി ജോയ് അധ്യക്ഷത വഹിച്ചു. സിന്ധു സുബ്രഹ്മണ്യൻ, ALMC അംഗങ്ങളായ ഡിറ്റോ, സിവിത മനേഷ്, ആൻസി ജിൽജോ, മീനു ഷൈൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നൃത്ത ഭക്തിലയം നടന്നു. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, തുടർന്ന് ശ്രീഭൂതബലി, രാത്രി കൈശോരി നാട്യകലാ തരംഗൊരുക്കിയ നൃത്ത ഭക്തിലയവും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് E.K. സുരേഷ്, സെക്രട്ടറി സുരേഷ് ഇയാനി, ട്രഷറർ സ്നിതീഷ് ENT, വൈസ് പ്രസിഡന്റ് രാജു, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ, രക്ഷാധികാരികളായ ജയതിലകൻ ഇയാനി ഞായക്കാട്ട്, രാമകൃഷ്ണൻ ഇയാനിത്തറ, ഡോക്ടർ സുരേഷ് ഇയാനി കോറോത്ത് എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 28-നാണ് ക്ഷേത്ര മഹോത്സവം. കരയാവട്ട നോർത്ത് മഴവില റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. രാവിലെ മാർച്ച് പാസ്റ്റോടെ റിപ്പബ്ലിക് ആഘോഷങ്ങൾക്ക് തുടക്കമായി. അസോസിയേഷൻ പ്രസിഡന്റ് അജയൻ കാളിപ്പറമ്പിൽ പതാക ഉയർത്തി റിപ്പബ്ലിക് പ്രസംഗം നടത്തി. വൈസ് പ്രസിഡന്റ് ശീതൽ സജീവ് ഭരണഘടനാ ആമുഖം വായിച്ചു. ജോയിന്റ് സെക്രട്ടറി സനൂജ ബാബു, വൈസ് പ്രസിഡന്റ് ലാൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുര വിതരണവും ഉണ്ടായിരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സിദ്ധ മർമ്മ തെറാപ്പി യൂണിറ്റും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി 9ാമത് സിദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു.
സിദ്ധമർമ്മ തെറാപ്പി യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഋഷിപ്രിയ നേതൃത്വം നൽകിയ മെഡിക്കൽ ക്യാമ്പ് വലപ്പാട് പഞ്ചായത്ത് 18-ാം വാർഡിലെ SC തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി ഔഷധ സസ്യ വിതരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷിജോ, വാർഡ് മെമ്പർമാരായ ഉഷ ബാബു, അനിത ത്രിദീപ് കുമാർ, ഡോക്ടർ രാകേഷ് ബാബു, സീനിയർ ഹൗസ് സർജൻ ഡോക്ടർ ഐശ്വര്യ PS എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് സൗജന്യ രക്തപരിശോധന, ബോധവൽക്കരണ ക്ലാസ്, ഔഷധ സസ്യങ്ങളുടെ വിതരണം എന്നിവയും നടന്നു. ഡോക്ടർ അൻസബാസി ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. അങ്ങനെ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലേ? ഈ കോവിഡ് ഉണ്ടായപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചു നമുക്ക് ഉണ്ടാവും, ഇത്ര ഉണ്ടാവും തിരിച്ചു. പക്ഷെ നമ്മളൊക്കെ ഇപ്പോഴും ആരോഗ്യത്തോടെയുണ്ട്. നമ്മളെ കാത്തിരി സംരക്ഷിക്കാൻ ഈ ആയുർവേദ ആശുപത്രിയുടെ DAC എന്നായിരുന്നു അല്ലേ? DAC നമ്മൾ കാര്യം വെച്ചത്. നമ്മൾ ഒരുപാട് രംഗത്ത് ആരോഗ്യത്തോടെ ശിശുപാലന നിരക്കായിക്കോട്ടെ. കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക ദ്രോഹ നടപടികൾ പിൻവലിക്കുക, വിത്ത് ബില്ല് പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി പിൻവലിക്കുക, രാസവള വില വർധനവ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ AIKS സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച കർഷക രോഷാഗ്നി സമരം അന്തിക്കാട് സെന്ററിൽ CPI സംസ്ഥാന കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബാബു വിജയകുമാർ അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി VR മോഹൻദാസ്, ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്ര ബാബു, ജില്ലാ പ്രസിഡന്റ് MV സുരേഷ്, ഷോബിൻ, ജയപ്രകാശ് VD, പ്രകാശൻ കാരാട്ടുപറമ്പിൽ, ചന്ദ്രശേഖരൻ PK, സീന കണ്ണൻ, കിഷോർ വാഴപ്പള്ളി, സനീഷ്, സുജിന്ത് പുല്ലാട്ട എന്നിവർ സംസാരിച്ചു. 2025 1966 വിത്ത് നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന 2025 വിത്ത് ബില്ല് കാർഷിക മേഖലയിൽ വലിയ അപകടകരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. അന്തിക്കാട് ശ്രീ പുത്തൻപള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി വേലാഘോഷം ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ വിപുലമായ രീതിയിൽ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച ഭരണി നാളിൽ പകൽ 12-ന് പ്രസാദ ഊട്ട്, 3:30-ന് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കൽ, തുടർന്ന് പഴുവിൽ രഘുമാരാരും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ടിമേളം എന്നിവ നടക്കും. വൈകിട്ട് 6-ന് ദീപാരാധന, തുടർന്ന് തായമ്പക, കേളി, പറ്റ്, നൃത്തനൃത്യങ്ങൾ, താലം വരവ്, കളംപാട്ട്, കൂറവലിക്കൽ തുടങ്ങിയവ നടക്കും. ബുധനാഴ്ച പകൽ 10-ന് വേലവരവ്, വൈകിട്ട് 7-ന് 5 ദേശക്കാരുടെ എഴുന്നള്ളിപ്പ് വരവ്, രാത്രി 9-ന് ഭഗവതിക്ക് മഹാഗുരുതി, തുടർന്ന് നടയടയ്ക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ആകാശ് അറയ്ക്കൽ, സെക്രട്ടറി ശാലിനി സന്ദീപ്, ജോയിന്റ് സെക്രട്ടറി റിജി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ഗൃഹോപകരണ രംഗത്ത് 36 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിന്റെ 3ാമത്തെ ഷോറൂം വടനപ്പള്ളി തൃശൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസ് സ്ഥാപകൻ N ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യം ചാവക്കാട് ഉണ്ടായിരുന്നു, പിന്നെ തൃശ്ശൂർ തുടങ്ങി, ഇപ്പോൾ 3ാമത്തെ തപ്പം ഇവിടെ തുടങ്ങി. നമ്മളെ സ്വന്തം ബിൽഡിങ്ങിൽ സ്വന്തം സ്ഥാപനമാണ്. അതുകൊണ്ട് നമുക്ക് എത്രയും കുറച്ച് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളിത് നിയന്ത്രിച്ച് കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആശംസകളും അനുഗ്രഹങ്ങളും നമുക്ക് നൽകി. പൊന്നേത്ത് അഷറഫ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM നൌഷാദ്, മുൻ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബൈദ മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റജീന രാജു, ഷെഫീന, ഷബീർ അലി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം CM നിസാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിരവധി സ്ഥാപനങ്ങൾ അനുദിനം വളർന്നു വരുന്ന വാടാനപ്പള്ളിയിൽ ഒരു പുതിയ സംരംഭം കൂടി ആരംഭിക്കണം. ഇൻഷാ അല്ലാഹ് ജനങ്ങളുടെ വിശ്വാസത കുറേ വർഷങ്ങൾ 10-35 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ആളെന്ന നിലയിൽ കച്ചവടം എങ്ങനെ ചെയ്യണമെന്ന് ആചാരം പഠിപ്പിക്കേണ്ട കാര്യമില്ല. ആചാരും മക്കളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 സ്ഥാപനങ്ങളുണ്ട്. സ്വന്തം ആസ്ഥാനത്ത്
നിരവധി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന് ഈ സ്ഥലം വാങ്ങി, ഒപ്പം പിന്നിലെ സ്ഥലം കൂടി വാങ്ങി കെട്ടിടം ഉണ്ടാക്കി അതിലൊരു പുതിയ സംരംഭം ആയിരിക്കുമ്പോൾ നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭിക്കും. ഒപ്പം നാട്ടിലെ ആളുകൾക്ക് ചുരുങ്ങിയ നിലവിൽ ലാഭം എടുക്കാതെ നമുക്ക് കച്ചവടം ചെയ്യാൻ സാധിക്കില്ല, നടത്തിക്കൊണ്ടുപോകണം. അപ്പോൾ വിശ്വസ്തത ഉറപ്പുവരുത്തുക, ഒപ്പം നല്ല സാധനങ്ങൾ കൊടുക്കുക, ന്യായമായ വില നൽകുക. അങ്ങനെ ഈ സംരംഭം നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് സർവേശ്വരന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ വ്യവസായ രംഗത്ത് തന്നെ ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളെ വാടാനപ്പള്ളി എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രദേശം. അപ്പോൾ നമ്മുടെ വാടാനപ്പള്ളി തന്നെ ഇത്ര അധികം നമ്മളെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെ ഒരു ഒറ്റ കൂട കീഴിൽ എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു സ്ഥാപനം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വാർഡിലെ നിരവധിയാർന്ന ചേച്ചിമാർക്ക് ജോലി കൊടുക്കാനായിട്ട് ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന കാലയളവിൽ നല്ല ഗുണമേന്മയുള്ള സാധനങ്ങളും അതുപോലെ തന്നെ നൗഷാദ് പറഞ്ഞ പോലെ തന്നെ ന്യായമായ വിലയും കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും നല്ലൊരു സ്ഥാനം ഈ ഒരു സ്ഥാപനത്തിന് ഉണ്ടായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചു. ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസ്, തൃശ്ശൂർ റോഡ്, വാടനപ്പള്ളി. ഫോൺ നമ്പർ 95 44 47 76 22. വളരെ നല്ല നിലയിൽ വാടാനപ്പള്ളിക്ക് അഭിമാനിക്കാവുന്ന വിധത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ മകൻ പറഞ്ഞ് എല്ലാം നോക്കിക്കണ്ട് വളരെ ലാഭകരമായി, ഞാൻ പരിസരത്തുള്ള എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, വളരെ ലാഭകരമായ രീതിയിലാണ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവിധ ഭാവുകങ്ങളും ഇവിടെ മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പ്രദേശത്തെ ഒട്ടനവധി സഹോദരിമാർ കഴിഞ്ഞ ഒരു മാസമായി രാവും പകലും അത് ഇവർ കാണിക്കുന്ന ആ ഒരു സ്നേഹവും അതുകൊണ്ടാണ് അവരുടെ പിന്തുണ ഇവർക്ക് നല്ല രീതിയിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഒട്ടനവധി സഹോദരിമാർക്ക് ജോലിയും ലഭിച്ചിട്ടുണ്ട്. തൃപ്പയാർ ശ്രീരാമ പോളിടെക്നിക് റിട്ടയർ അധ്യാപകനായ വൈക്കാട്ടിൽ ശ്രീധരൻ മാസ്റ്റർ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. മൃതദേഹം ശോഭ സിറ്റിയിലെ പൊതുദർശനത്തിന് ശേഷം ചൊവ്വാഴ്ച രാവിലെ 10-ന് വടൂക്കര ശ്മശാനത്തിൽ സംസ്കരിക്കും. ഭാര്യ പരേതയായ ശാന്ത ടീച്ചർ, മക്കൾ ഡോക്ടർ റീന, ഡോക്ടർ രാജേഷ്, രാജീവ്, മരുമക്കൾ ഡോക്ടർ സുരേഷ്, ഡോക്ടർ ശാന്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരചരമം അടഞ്ഞ പ്രേമചന്ദ്രന് ജന്മനാട് ആദരവ് നൽകി. നാടെങ്ങും റിപ്പബ്ലിക് ദിനാചരണം നടത്തി. വലപ്പാട് ഗവൺമെന്റ് സ്കൂളിൽ വാർഷികാഘോഷവും എൻഡോമെന്റ് വിതരണവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.